4 കീമോ കൊടുത്തായിരുന്നു. ഇതിൽ കൂടുതൽ ബോഡി താങ്ങില്ല എന്നാണ് പറഞ്ഞത്. ഡിഗ്രീസ് ആവുന്നുണ്ടായിരുന്നില്ല, അതായത് കുറയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ ആയുർവേദം നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു നല്ല മാറ്റമുണ്ടെന്ന്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ബന്ധുണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ വരുന്നതിന് മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചോദിക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും ഒക്കെ. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി എങ്ങനെയാണ് ഇവർ അറിഞ്ഞതെന്നും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ. സാറിന്റെ പേര്? എന്റെ പേര് രാമകൃഷ്ണൻ. പേഷ്യന്റ് ആരാ സർ? എന്റെ അമ്മയാണ്. പേരെന്താണ്? ബാലമ്മ. ഓക്കെ. വയസ്സ് എത്രയേ? 48. സാറ് എവിടെ നിന്നാ വരുന്നത്? ഞാൻ ഇവിടെ തന്നെയായിരുന്നു. എന്റെ ബ്രദറാ പറഞ്ഞത് ഇങ്ങനെയൊരു കാര്യമുണ്ടെന്ന്. ഓക്കെ. അമ്മയൊക്കെ നാട്ടിലായിരുന്നു. അവിടെ നിന്നാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. ഞങ്ങളുടെ സ്ഥലം കണ്ണൂർ. കണ്ണൂർ അല്ലേ? എന്ത് ക്യാൻസർ അമ്മയ്ക്ക്? ബോൺ ക്യാൻസർ. ഓക്കെ. എപ്പം മുതലുണ്ട് അമ്മയ്ക്ക്? ഒരു 8 മാസത്തോളായിട്ടുണ്ട്. 8 മന്ത്സിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ നിങ്ങള്? കൊടുത്തായിരുന്നു. കീമോ കൊടുത്തായിരുന്നു. കീമോ എടുത്തിരുന്നല്ലേ? അപ്പോ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിരുന്നോ നിങ്ങൾക്ക്? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഡിഗ്രീസ് ആയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു. അതിനുശേഷം അമ്മയ്ക്ക് വേദന താങ്ങാൻ പറ്റിയിരുന്നില്ല. ഓക്കെ. അങ്ങനെ വന്നപ്പോ ഞാൻ കീമോ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. അങ്ങനെ അറിയുന്ന ഒരാള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലൊരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. സെർച്ച് ചെയ്തപ്പോൾ പുനർജൻ ഹോസ്പിറ്റലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഞങ്ങള് ഇവിടെ കോൾ ചെയ്ത് നോക്കി ഇവിടുത്തെ സാറിന്. അങ്ങനെ സാറ് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട്. ഓക്കെ. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. സർ, അമ്മയ്ക്ക് ബോൺ ക്യാൻസർ അല്ലേ? അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കിയത്? കണ്ടപ്പോ മനസ്സിലായോ? എപ്പോഴത്തെയും പോലെ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വേദനയൊക്കെ വരാൻ തുടങ്ങി. നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. സാധാരണയാണെന്ന് വിചാരിച്ച് ഒരു ചെറിയ ഹോസ്പിറ്റലൊക്കെ പോയി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. അപ്പോൾ അവിടെ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. ശരിയെന്ന് പറഞ്ഞ് ബയോപ്സി ഒക്കെ എടുത്ത് നോക്കി. പിന്നെ അത് കാരണമാണ് ബോൺ ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. അറിഞ്ഞതും പെട്ടെന്ന് തന്നെ കീമോ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ഓക്കെ. ഇത് ജനറ്റിക് ആയിട്ടാണോ സാറിന്റെ അമ്മയ്ക്ക് വന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്ന് അറിയാമോ സാർ? ഞങ്ങൾക്ക് അങ്ങനെ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല മാഡം. പെട്ടെന്ന് വന്നതാണ്. ഫാമിലിയിൽ മറ്റാർക്കും ഇല്ല, ആർക്കുമില്ല. വേറെ ആർക്കും ഇല്ലല്ലേ? ഇല്ല, ആർക്കുമില്ല. ഞങ്ങൾക്ക് അറിയുന്നിടത്തോളം ആർക്കുമില്ല. എന്റെ അമ്മയോട് ചോദിച്ചപ്പോൾ ആർക്കും ഇല്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലൊരു ഹോസ്പിറ്റലുണ്ട് ക്യാൻസറിന്റെ ചികിത്സയ്ക്ക്. അവിടെ പോയി ചോദിച്ചപ്പോൾ കീമോ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കീമോ 4 ഞങ്ങൾ കൊടുത്തു. അത് ബോഡി ആക്സെപ്റ്റ് ചെയ്തില്ല. ബോഡി നന്നായി വീക്കായി പോയി. അതിനുശേഷം കീമോ ചെയ്യരുതെന്ന് പറഞ്ഞ് ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ആയുർവേദം നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. റിസൾട്ട് നല്ലതാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കോൾ ചെയ്തു. നിങ്ങൾക്ക് അലോപ്പതിയിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആയുർവേദത്തോട് നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസമായത്? എന്തുകൊണ്ടാണ് ഇത് തുടങ്ങാന്ന് കരുതി ഇവിടേക്ക് വന്നത്? ആയുർവേദത്തെ പറ്റി അറിയായിരുന്നോ? ആയുർവേദത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ആയുർവേദം കുടുംബത്തിലാരും കഴിച്ചിട്ടില്ല. ഇപ്പോൾ അലോപ്പതി പോയിട്ട് ബയോപ്സി ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ആയുർവേദമൊക്കെ വളരെ നല്ലതാണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നവരും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഓക്കെ. ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും സാറിന്റെ അടുത്ത് വന്ന് എൻക്വയറി ചെയ്തിരുന്നോ എങ്ങനെയുണ്ട് എന്നൊക്കെ? ഇല്ല മാഡം, ഞാൻ ലാസ്റ്റ് ആയിരുന്നു ഇരുന്നത്. നിങ്ങൾ വിളിച്ചോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ. വിശ്വാസത്തോടെയല്ലേ ഇവിടേക്ക് വന്നത്? അതെ മാഡം. ഓക്കെ സർ. സാറ് വിശ്വാസത്തോടെ തന്നെ ഇരുന്നോളൂ. ഒരുപാട് പേർക്ക് ഇവിടെ നിന്നും ഗുണം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മരുന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ.